ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വരുന്ന വർഷം, അതായത് 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം വരെ, മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. ചിങ്ങമാസം 1-ാം തീയതി മുതലുള്ള പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ്. മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3/4 പാദവും ചേർന്ന മിഥുനക്കൂറുകാർക്ക് 12-ാം ഭാവത്തിൽ വ്യാഴവും 9-ാം ഭാവത്തിൽ ശനിയും 10-ാം ഭാവത്തിൽ രാഹുവും ഒക്കെ സഞ്ചരിക്കുന്നൊരു കാലമാണ്. ഈ ഒരു കാലയളവിൽ വളരെ ഈശ്വരാധീന കുറവുള്ളൊരു സമയമാണ്. പലതരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അധിക ചിലവ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണച്ചിലവ്, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും വേണ്ടി ധാരാളം പണം ചിലവഴിക്കുക. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു ആവശ്യത്തിന് പണം ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ആവശ്യത്തിന് വേണ്ടി തന്നെ വീണ്ടും പണം മുടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മറ്റു ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വളരെയധികം യാത്രകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വളരെ ദൂരങ്ങളിലേക്കുള്ള യാത്രകളൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തി വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച്, പോയാൽ നടക്കുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു യാത്രയൊക്കെ ചെയ്യാനായിട്ട്. തന്മൂലം തന്നെ ധാരാളം പണച്ചെലവുകളൊക്കെ ഉണ്ടാകുവാനും ആ പണം നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ മനക്ലേശങ്ങൾ ഉണ്ടാകാനും കഠിനമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയവും, കുടുംബപരമായിട്ടാണെങ്കിലും വൃത്തുക്കൾ മുഖേനയാണെങ്കിൽ തന്നെയും ഭാര്യാഭർത്താക്കന്മാർ തങ്ങളിൽ ആണെങ്കിൽ തന്നെയും വളരെയധികം മാനസിക പീഡകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതകളൊക്കെ വർദ്ധിക്കുവാനും, മനസ്സുകൊണ്ടാണെങ്കിൽ പോലും അവർക്ക് ദോഷം വരുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ്. രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. പെട്ടെന്ന് തന്നെ ഉദര സംബന്ധമായിട്ടുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, സർക്കാർ ജോലികളാണെങ്കിലും മറ്റു കമ്പനികളിലാണെങ്കിലും സ്വയം തൊഴിലുകളാണെങ്കിൽ പോലും ഏതൊരു തരത്തിലും ഒക്കെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരവരുടെ കഠിനമായ പ്രയത്നം കൊണ്ട് വളരെയധികം ഉയർച്ചയിലെത്തുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും യോഗ്യതകളൊക്കെ ഉണ്ടാകുവാനും കഠിനമായ പ്രയത്നങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കാവുന്നതാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കഠിനമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഉന്നത സ്ഥാനങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വർഷക്കാലം. മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3/4 പാദവും ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വർഷക്കാലം വളരെയധികം നല്ലതായി ഗുണങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാഴം 12-ലൊക്കെ നിൽക്കുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്നതൊക്കെ വളരെ ഉത്തമമാണ്. പ്രാർത്ഥനാദി കാര്യങ്ങളിലൊക്കെ മുഴുകുന്നത് വളരെ നല്ലതാണ്. എന്തിനും ഒരു തടസ്സമായിട്ട് തോന്നും എങ്കിലും നമ്മൾ ദൈവവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്തായാലും നല്ലൊരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.